നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. നമ്മൾ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് ഇപ്പോഴും കൂടുതൽ ആളുകൾക്കും അറിയില്ല. കാരണം അവർ വിചാരിക്കുന്നത് അവർക്ക് ഒരു പനി വരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുന്നു, ആശുപത്രി പോകണു, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുക്കുന്നു പോരുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾക്ക് ഈ പനി വരിക, അല്ലെങ്കിൽ ചെറിയ അസുഖം വരിക, അല്ലെങ്കിൽ ചെറിയൊരു തട്ടുമുട്ട്, ഇതൊന്നുമല്ല നമുക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ ചിലപ്പോൾ കോമ സ്റ്റേറ്റിലായിരിക്കും കിടക്കുന്നത്. അത് അല്ലെങ്കിൽ നമുക്കെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഒന്നും സാധിക്കില്ല. നമ്മുടെ കൂടെ വരുന്ന ആളുകളാണ് പിന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു ക്യാൻസർ, അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രോക്കുകൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളായിട്ട് ആശുപത്രിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നിങ്ങൾ അന്ന് വരെയും സ്വരൂപിച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തും അന്വേഷിക്കും. പക്ഷേ ഒരു കാരണവശാലും ഹെൽത്ത് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് എടുക്കുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിലവിൽ അസുഖങ്ങളില്ല എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അത് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള സംശയങ്ങളോ അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആവശ്യമുണ്ടെങ്കിലോ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.